ആഷിഖ് അബുവിന്റെ സംവിധാനത്തിൽ വിശാൽ വിൻസെന്റ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റൈഫൽ ക്ലബ്ബ്. എന്തൊക്കെയാണെങ്കിലും 8 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രം ഇതിനോടകം തന്നെ ഏകദേശം 25 കോടി രൂപയോളം തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൈഫൽ ക്ലബ്ബിലെ താരങ്ങൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വാങ്ങിയ പ്രതിഫലമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയുടെ കാസ്റ്റിംഗ് വശം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും കേരളത്തിലെ വലിയ വലിയ അഭിനേതാക്കളൊന്നും ഈ ഒരു സിനിമയിൽ വേഷമിട്ടിട്ടില്ല. പക്ഷെ പ്ലേസ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന റോള് വളരെ മനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ടൈറ്റിൽ കഥാപാത്രങ്ങൾ എത്ര രൂപയാണ് തങ്ങളുടെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല, ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ കഥാപാത്രം അല്ലെങ്കിൽ നായകൻ എന്ന് പറയാവുന്ന ദിലീഷ് പോത്തൻ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് 15 ലക്ഷം രൂപയാണ് തന്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് അനുരാഗ് കശ്യപ് 5 ലക്ഷം രൂപയാണ് തന്റെ സാലറി ഇനത്തിൽ ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി വാണി വിശ്വനാഥും ഈ പറയുന്ന പോലെ 5 ലക്ഷം രൂപയാണ് തന്റെ സാലറി ആയിട്ട് ഈ പറയുന്ന റൈഫൽ ക്ലബ്ബ് എന്ന സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് വിജയരാഘവൻ വളരെ മികച്ചൊരു കഥാപാത്രമായിരുന്നു ഈ പറയുന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും 15 ലക്ഷം രൂപയാണ് തന്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ദർശന രാജേന്ദ്രൻ. പുള്ളിക്കാരത്തെയും ഈ പറയുന്ന പോലെ 8 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് തന്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് സുരഭി ലക്ഷ്മിയും 8 ലക്ഷം രൂപയാണ് തന്റെ സാലറി ഇനത്തിൽ റൈഫൽ ക്ലബ്ബിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി ഉണ്ണിമായ പ്രസാദ് 3 ലക്ഷം രൂപയാണ് തന്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ഈ ഒരു സിനിമയിലെ മറ്റൊരു നായക കഥാപാത്രം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാവുന്ന വിനീത് കുമാറിന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു സിനിമയാണ്. ഒരു വലിയ ബ്രേക്കിന് ശേഷം അദ്ദേഹം വന്നതാണ്. 10 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ തന്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് സുരേഷ് കൃഷ്ണ ഇപ്പൊ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ്ങിലായതുകൊണ്ട് 8 ലക്ഷം രൂപയാണ് തന്റെ സാലറി ഇനത്തിൽ റൈഫൽ ക്ലബ്ബിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. 8 കോടി രൂപ ബഡ്ജറ്റിലായിരുന്നു ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. അതായത് കാസ്റ്റിന് കൊടുക്കുന്ന സാലറിയും അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിനാവുന്ന എമൗണ്ടും എല്ലാം കൂടി ചേർത്ത് 8 കോടി രൂപയാണ് ഈ ഒരു സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമ തന്നെയാണ്. അത് ഇത്രയും വലിയൊരു വിജയമായതിൽ വലിയ സന്തോഷം. കാരണം അത്രയും കോണ്ടന്റുകളും വലിയ വലിയ താരങ്ങൾ അഭിനയിക്കാഞ്ഞിട്ടും ഈ ഒരു സിനിമയുടെ ആ ഒരു കോണ്ടന്റും അതുപോലെ തന്നെ ആ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മേക്കിങ്ങും എല്ലാം കണ്ടിട്ടാണ് ഇപ്പൊ തിയേറ്ററിൽ ഈ ഒരു സിനിമ കാണാനായിട്ട് വലിയ ബുക്കിംഗ് ആണ്. ഒരു ഡേ ടു ഡേ ഏകദേശം 40,000-അടുത്ത് ടിക്കറ്റുകൾ വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ചൊരു പടമായതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളുകൾക്ക് ശേഷവും തിയേറ്ററുകളിൽ ഇത് വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാസ്റ്റിന്റെ സാലറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ എമൗണ്ടുകളും വിത്തൗട്ട് ടാക്സിൽ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഓൺലൈൻ റെക്കോർഡ്സ് പ്രകാരം ടാക്സിന് ശേഷം ഇവരിലേക്ക് എത്തുന്ന ആ ഒരു എമൗണ്ട് മാത്രമാണ് നമുക്ക് റെക്കോർഡുകളിൽ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു താരത്തിന് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നമ്മുടെ സർക്കാരിലേക്ക് കൃത്യമായ ഒരു ടാക്സ് പോകും. അപ്പോൾ ടാക്സിന് ശേഷമുള്ള എമൗണ്ടും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചത്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. മേക്കിംഗ് വശമായാലും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന രീതി, സോങ്, മ്യൂസിക്, BGM എല്ലാം കൊണ്ടും ഒരു അടിപൊളി ട്രീറ്റ് തന്നെയാണ് ഈ പറയുന്ന റൈഫൽ ക്ലബ്ബ് എന്ന സിനിമ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്